എബി അല്പസമയം ഞാൻ പെട്ടെന്ന് തിരിച്ചെത്താം. നമ്മുടെ MLA ദലീമ ജോജോ നമ്മോടൊപ്പം ചേരുന്നു. അരൂരിലെ കാര്യം സംസാരിക്കാൻ, അവിടുത്തെ പ്രശ്നങ്ങൾ അറിയിക്കാൻ. ശ്രീമതി ദലീമ, വളരെ വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ കേരള വിഷൻ ന്യൂസ് ഈ വാർത്ത അവതരിപ്പിക്കുന്നത്. അവിടെ ഞങ്ങൾ ഈ വാർത്ത നൽകുമ്പോൾ അവിടെ പ്രതിഷേധം നടക്കുകയാണ്. ജനങ്ങളുടെ കൂട്ടായ്മ പ്രതിഷേധിക്കുകയാണ്. അവിടുന്ന് തത്സമയ വിവരങ്ങൾ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ശ്രീമതി ദലീമയും വിളിച്ചത്. ഞാൻ കണ്ടിരുന്നു നിയമസഭയിൽ താങ്കൾ അവതരിപ്പിച്ച ആ ഒരു റിപ്പോർട്ട് പ്രസ്താവന ഞാൻ കണ്ടിരുന്നു. വളരെ അതിൽ അഭിനന്ദിക്കുന്നു, പുകഴ്ത്തുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ അരൂരിലെ വാസികൾ അല്ലെങ്കിൽ ആ ഹൈവേയിലൂടെ പോകുന്നവർ നേരിടുന്നത്? ഹലോ, നമസ്കാരം, എല്ലാവർക്കും നമസ്കാരമേ. ഞാൻ വളരെയധികം വിഷമിക്കുകയാണ്. കാരണം ഈ അരൂർ മേൽപ്പാലത്തിന്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ തുടക്കം മുതൽ നമ്മൾ പല മീറ്റിങ്ങുകളിലും വിളിച്ചു ചേർത്തിരുന്നു. പക്ഷേ ഈ മീറ്റിങ്ങുകളിലെല്ലാം ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള എന്താ പറയുക, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം അവിടെ നടത്താത്ത വിധത്തിലാണ് ഈ മേൽപ്പാലത്തിന്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് റോഡുകൾ വളരെയധികം ദുർഘടം പിടിച്ച റോഡുകളായിട്ട് മാറുകയും മനുഷ്യർക്ക് നടക്കാൻ പോലും പറ്റാത്ത വിധത്തിലാവുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് ദിവസം പറയും. നമ്മളെല്ലാ DDC മീറ്റിങ്ങുകളിലും നമ്മൾ പങ്കെടുത്തു. അന്ന് ബഹുമാനപ്പെട്ട ആരിഫ് MP ഉണ്ട്, അന്ന് അദ്ദേഹം MP ആയിരുന്നു, അദ്ദേഹം ഉണ്ട്, ഞാനുണ്ട്. ഞങ്ങൾ ഈ മീറ്റിങ്ങിൽ നിരന്തരം ഈ ഉദ്യോഗസ്ഥരെ കളക്ടറിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർക്കുന്ന മീറ്റിംഗിൽ നിരന്തരം നമ്മൾ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയും അവരോട് ഇത് നിങ്ങൾ തുടക്കം തന്നെ പിന്നെ അതിന് പാരലായിട്ടുള്ള റോഡ് ക്ലിയർ ചെയ്ത് കാണുകയും ക്ലിയർ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഈ പണി നടത്താൻ പാടുള്ളൂ എന്ന് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞാണ്. പക്ഷേ വലിയ എന്താ പറയുക അവഗണനയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. കാരണം കേന്ദ്ര ഗവൺമെന്റിതാണ്. നമുക്ക് MLAക്ക് നമ്മുടെ സംസ്ഥാനത്തിനും അതിൽ ഇടപെടുന്നതിനൊരു പരിധിയുണ്ട്. കാരണം PWD റോഡുകളെല്ലാം നമ്മൾ നല്ല മെച്ചമായിട്ടുള്ള നിലയിലാണ് നമ്മൾ പൂർത്തിയാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു റോഡുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള മനുഷ്യർക്ക്, പ്രത്യേകിച്ച് അരൂര് മുതൽ തുറവൂരുള്ള മനുഷ്യർക്ക് എലിവേറ്റഡ് ഹൈവേ വരുന്നതിനനുസരിച്ച് രണ്ട് സൈഡിലും സ്ഥലമെടുപ്പോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം കിട്ടുന്ന വിധത്തിലോ ഒന്നും തന്നെ പോയില്ല. കാരണം അവിടെ സ്ഥലമെടുത്തില്ല. അടുക്കുകൂടെ ഈ എലിവേറ്റഡ് പാത വരുന്നതുകൊണ്ട് ഇരു സൈഡിലുള്ള മനുഷ്യർക്ക് 5 പൈസ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയുമില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടത് എൻ്റെ ഈ മണ്ഡലത്തിലുള്ള ഈ അരൂര് മുതൽ തുറവൂര് വരെയുള്ള പ്രദേശത്തുള്ള പാവപ്പെട്ട മനുഷ്യരാണ്. നടക്കുന്ന മനുഷ്യർ ചെളി കുത്തിയിട്ട്, കാരണം ഇവരെ ഡ്രഡ്ജ് ചെയ്യുമ്പോൾ ഒഴുകുന്ന വെള്ളത്തിൽ നിന്നുള്ള ചെളിയും മണലും കൂടെ കുഴഞ്ഞിട്ട് മനുഷ്യർ വീഴുകയാണ്. എത്ര അപകടങ്ങളാണ് അവിടെ ഉണ്ടായത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ എൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഇടപെടലായിരുന്നു നമ്മളുടെ എന്താ പറയുക സബ്മിഷനിലൂടെ അവതരിപ്പിച്ചത്. കാരണം അത്രയേറെ വേദനിക്കുന്നു. നമ്മളിത് ആഗ്രഹിക്കുന്നു. നമുക്ക് ടൂറിസവും നമ്മളുടെ വളർച്ചയും ഒക്കെ വളരെ നല്ലതാണ്. നമ്മുടെ നാടിന്റെ വളർച്ച വളരെ ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ അത് ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കുന്ന തരത്തിലോട്ട് പോകുമ്പോഴേ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനങ്ങളാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു തരത്തിലും ഇത് എന്താ പറയുക ഇതിന്റെ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾ ദുരിതപ്പെട്ട് മരണങ്ങൾ നടന്നു കഴിഞ്ഞാൽ ജനങ്ങളില്ലാതെ നമുക്ക് എന്ത് വികസനം? അത് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. നമുക്ക് വികസനം വേണം. നമുക്ക് ടൂറിസം വളരണം, നമ്മുടെ നാട് വളരണം, എല്ലാം വളരണം. കേരളം എന്താ പറയുക മറ്റ് രാജ്യങ്ങൾ പോലെയൊക്കെ കേരളം ആവണം. പക്ഷേ അത് ജനങ്ങൾക്ക് ദുരിതം ഉണ്ടാക്കുന്ന രീതിയിലുള്ളത് നമ്മൾ ഒരു ജനപ്രതിനിധിയും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് നടപടി പല പ്രാവശ്യം എടുത്തു. ഇപ്പോ നമ്മുടെ കളക്ടർ വന്നു, ആ ഭാഗമൊക്കെ സന്ദർശിച്ചു. ഇപ്പോഴും അവിടെ കുഴികൾ മാത്രമേ അടയ്ക്കുന്നുള്ളൂ. അതല്ല, നമുക്ക് ഈ റോഡ് തന്നെ കംപ്ലീറ്റ് പാരലായിട്ട് അതിന് മറ്റു വാഹനങ്ങൾക്ക് ഓടുവാനുള്ള സംവിധാനം നന്നായിട്ട് തന്നെ പോകണമെന്ന് തന്നെയാണ്. നടപ്പാത ഗംഭീരമാക്കണം. പക്ഷെ ഇതൊക്കെ ഒരുപക്ഷെ അത് ഞാനിപ്പോ ഇന്നലെയും ഇവിടെ കൂടെ കടന്നു വരുമ്പോൾ കണ്ടത് കുറച്ച് ഭാഗം മാത്രമാണ് തേച്ച് വയ്ക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. അത് പറ്റത്തില്ല എന്നുള്ള നടപടിയിലേക്ക്, ഇനി അടുത്ത നടപടിയിലേക്ക് ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എനിക്ക് വല്ലാത്ത എതിർപ്പുണ്ട്. കാരണം ജനങ്ങളെ അറിയിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. അവിടെ എനിക്ക് ഇത്രയും കാലം ജീവിതം ഉണ്ടായി. പക്ഷേ 20-25 വയസ്സുള്ള കുട്ടികൾ വന്ന് വെള്ളത്തിൽ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നു, മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്ക് അംഗീകരിക്കാൻ പറ്റും ഇത്? അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ട് ഈ സംഭവം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇപ്പൊ നിയന്ത്രണം. ഇപ്പോൾ നമ്മൾ ഈ പ്രതിഷേധമെല്ലാം കണ്ടു. നിയമസഭയിൽ താങ്കൾ സബ്മിഷൻ അവതരിപ്പിച്ചു. അതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പ്രതിഷേധിക്കുന്ന ജനങ്ങളോട്, ഇപ്പോൾ എനിക്കറിയാം MLAയുടെ വീടും പരിസരവും എനിക്കറിയാം, തൊട്ടടുത്താണ് ഈ ദേശീയപാത കടന്നു പോകുന്നത്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഈ ജനങ്ങൾ ഇപ്പോൾ ആ അരൂർ ദേശീയപാതയ്ക്ക് നടുവിലൂടെ അവർ പ്രതിഷേധിക്കുകയാണ്. അത് കാണാൻ കഴിയും. നമുക്ക് എന്ത് പറയാൻ കഴിയും? ഞങ്ങളുടെ റിപ്പോർട്ടർ അവിടെയുണ്ട്. ഈ പ്രതിഷേധിക്കുന്ന ജനങ്ങളോട് നമുക്ക് എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും? MLA എന്ന രീതിയിൽ എന്താണ് അവരോട് പറയാൻ കഴിയുക? ഒരു പരിഹാര മാർഗം?
നമ്മൾക്ക് എത്ര വന്നാലും ഈ പ്രതിഷേധം നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതിന് നമുക്ക് അതായത് നമുക്ക് പണി നടക്കാതെ ഇത് ഇവിടെ തന്നെ ഇടാൻ സാധിക്കത്തില്ലല്ലോ. ഇതിപ്പോ കോടതിയും ഒക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. നമുക്ക് പണി നടത്താത്ത വിധത്തിൽ നമുക്ക് ഇവിടെ ഇടാൻ പറ്റത്തില്ല. ബഹുമാനപ്പെട്ട PWD മിനിസ്റ്റർ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇതില് സബ്മിഷനിലൂടെ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം വളരെയധികം സപ്പോർട്ടായിട്ടാണ് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്. ഏതായാലും നമ്മളുടെ ഈ വികസനം നാടിന് എന്ന് വെച്ചാൽ നമ്മള് തടസ്സപ്പെടുത്താത്ത വിധത്തില് നമുക്ക് ഇവര് കൃത്യമായിട്ട് ചെയ്യുന്ന വിധത്തിൽ ജനങ്ങളുടെ ആ ഒരു പരാതിക്കൊപ്പം തന്നെ ഞാനും ഉണ്ട്. എന്റെ മനസ്സുകൊണ്ട് ഞാൻ ഒപ്പത്തിനൊപ്പം ഉണ്ട്. അപ്പോൾ പക്ഷെ എനിക്കിപ്പോൾ ഇറങ്ങാൻ പറ്റാത്ത, എനിക്ക് ഇച്ചിരി വയ്യാതിരിക്കുന്നതുകൊണ്ടുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തത്. അല്ലെങ്കിൽ ജനങ്ങളുടെ ഒപ്പം ഞാനും ഉണ്ട് മുന്നില്. എത്ര വന്നാലും ഇതിന്റെ പണി നന്നായിട്ട് തന്നെ നടന്നു പോകണം. ജനങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലാത്ത വിധത്തിൽ ഇത് മുന്നോട്ട് പോകണം. ജനങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ന്യായമായ അവകാശമാണ്. ആ അവകാശത്തിനൊപ്പം തന്നെയാണ് ഓരോ ജനപ്രതിനിധി നിലകൊള്ളുന്നത്. ഏതായാലും നിങ്ങളുടെ ഒപ്പം, ജനങ്ങളുടെ ഒപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്.